ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 29, 30 തിരുവചനങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗങ്ങളാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മളെ തന്നെ എങ്ങനെ ഒരുക്കണം, വചനം നമ്മോട് എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. കർത്താവിൻ്റെ ആദ്യത്തെ വരവ് മനുഷ്യരക്ഷയ്ക്കായിട്ടായിരുന്നു. ശരിക്കും മനുഷ്യരക്ഷ സാധിക്കാൻ, കുരിശിലേറാൻ, പീഡ സഹിക്കാൻ, ഇതിനു വേണ്ടിയാണ് കർത്താവ് ആദ്യത്തെ ആഗമനം നടത്തിയത്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അവിടുന്ന് വിധിയാളനായിട്ടാണ് വരുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ അവിടുന്ന് പുൽത്തൊഴുത്തിൽ ജനിച്ച് നസ്രത്തിലെ കൊച്ചു വീട്ടിൽ വളർന്ന് പരസ്യ ജീവിതകാലത്ത് പലസ്തീന മുഴുവനും നടന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് വചനത്തിന് സാക്ഷ്യം നൽകി കർത്താവ് പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തു. തൻ്റെ ജീവിതത്തിൽ വ്യക്തമായി നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം തൻ്റെ മക്കൾക്ക് വ്യക്തമായ ഒരു രൂപരേഖ നൽകി. അവിടുന്ന് നമുക്കായി ഒരു സുവിശേഷം നൽകി. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ഈ ഫിലിപ്പിയർക്കുള്ള ലേഖനം എടുത്തു കാണിക്കുകയാണ്. ആദ്യത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലുണ്ടായിരുന്ന ദൈവപുത്രൻ്റെ മനോഭാവം എന്താണെന്ന്. എന്നിട്ടോ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. കർത്താവിൻ്റെ ആദ്യത്തെ ആഗമനത്തിൽ ഇതാണ് കർത്താവിൻ്റെ മനോഭാവം. ദൈവമക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. എല്ലാം അവൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മിൽ ഒരുവനായി ജനിച്ചു വളർന്നു. പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതിലൂടെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണെന്നും എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ അന്തസത്ത എന്നും വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം സദാ ജാഗരൂകരായിരിക്കാനും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുക്കമുള്ളവരായിരിക്കുക. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി. ആ വരവ് ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരാകണം നമ്മൾ. അപ്പോൾ ഒരുക്കമുള്ളവരാണെങ്കിലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ വിവേകമുള്ളവരായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യവും വിവേകവും ഉണ്ടാകണം. 10 കന്യകമാരുടെ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ അവിടെ നമ്മളെ പഠിപ്പിച്ചു. സ്വർഗരാജ്യത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ദീദിയെക്കുറിച്ച് അതുപോലെയാണ് സ്വർഗരാജ്യമെന്നാണ്. ബാക്കിയെല്ലാം നമ്മൾ നഷ്ടമാക്കിയാലും സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടമായി. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ വിറ്റ് നമ്മൾ ഈ നിധി ഒളിഞ്ഞു കിടക്കുന്ന വയൽ വാങ്ങി ആ നിധി നമ്മൾ കണ്ടുപിടിക്കുന്നവരാകണം. അതാണ് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാണാതായ ആടിൻ്റെയും നാണയത്തിൻ്റെയും ഒക്കെ ഉപമയിലൂടെ
നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമല്ല പരമപ്രധാനം. പരമപ്രധാനം നമുക്കിനി വരാനുള്ള ജീവിതമാണ്. അതുകൊണ്ട് നല്ലൊരു മാനസാന്തര അനുഭവത്തിലൂടെ ജീവിക്കണം. അതുപോലെ തന്നെ അത് ശത്രുവിനെ സ്നേഹിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഭൂമിയുടെ ഉപ്പായി ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾക്ക് ഉറകെട്ട് പോയാൽ അതിന് ഉറ കൂട്ടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം ഉറകെട്ട് പോകാതെ നല്ല ഉപ്പായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന നല്ല മക്കളായിരിക്കാൻ ഈശോ നമ്മെ ഓർമ്മ. ഇതിനെല്ലാം നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി നൽകി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണവും രക്തം പാനീയവുമായി നമുക്ക് നൽകി. അങ്ങനെ നമ്മളെ നിരന്തരം ശക്തിപ്പെടുത്തുകയാണ്. അവിടുന്ന് നമ്മളിൽ വസിക്കുന്നു, അവിടുത്തെ ശരീരം ഭക്ഷിക്കുന്നു, രക്തം പാനം ചെയ്യുന്നു. ഇതുമൂലം നമ്മൾ ഈശോയുടെ കൂടെയാണ് ജീവിക്കുന്നത്, ഈശോ നമ്മിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഈശോ നമ്മെ. അന്ത്യവിധിയെക്കുറിച്ച് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ചും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അപ്പസ്തോല പ്രവൃത്തിയിലെ 1-ാമത്തെ അധ്യായം കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് തന്നെ അവൻ വീണ്ടും വരും എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനത്തിൽ, അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് എങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ അത്ര ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ ഗൗരവമായി കണക്കാക്കാതെയാണ് ഇന്നത്തെ ദൈവമക്കളുടെ ജീവിതം കാണുമ്പോൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനാണ്. ആ ഒരു ഭയം നമുക്കുണ്ടാവണം. നമുക്ക് മരണമുണ്ട്, നമുക്ക് വിധിയുണ്ട്, സ്വർഗമോ നരകമോ ഉണ്ട്. അതായത് നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയില്ലേ? നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. അപ്പം നമ്മുടെയൊക്കെ മരണമുണ്ട്, വിധിയുണ്ട്, സ്വർഗമോ നരകമോ അത് നമ്മുടെ ജീവിതത്തിലെ ചെയ്തികൾക്ക് അനുസരിച്ച് നമുക്കുണ്ട്. അപ്പം നമുക്ക് തന്ന താലന്തുകളുടെ എണ്ണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സുവിശേഷം മുഴുവനും ഏത് വചനഭാഗം എടുത്താലും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിലേക്കും ആ നിത്യതയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ നന്നായിട്ട് വചനഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് തന്ന താലന്തുകളുടെ എണ്ണം, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, അതനുസരിച്ച് എൻ്റെ പ്രവൃത്തികൾക്ക് ദൈവം മാർക്കിടും. അത് മാറ്റമില്ലാത്ത ഒരു സത്യമാണ്. ഞാൻ മരിക്കും, എനിക്ക് വിധിയുണ്ട്, എനിക്ക് നരകമോ അല്ലെങ്കിൽ സ്വർഗമോ എൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് ഉണ്ട്. ഈ ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റത്ത് അതുണ്ട്. അപ്പോൾ ഇതില്ല എന്ന രീതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓർത്ത് നോക്കേണ്ടതാണ്. അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം വരുത്താൻ നമ്മൾ നിർബന്ധിതരാകും. ഇങ്ങനെയൊന്നും പോയാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന ആ വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിൽ, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും.
അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എത്ര മനോഹരമായ ഒരു വാക്കാണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ വചനത്തിൽ അടിയുറച്ച് ജീവിച്ച്, സഹിച്ച്, ഒത്തിരി ക്ലേശങ്ങളും സഹിച്ച്, വിശ്വാസത്തിനു വേണ്ടി ഒരുപാട് പീഡ സഹിച്ചവരാണ്. അതാണ് ആ മനോഹരമായ വിളി വരാൻ കാരണം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇവിടുത്തെ ഈ കഷ്ടപ്പാടുകൾ മുഴുവനും ഇതിനു വേണ്ടിയിട്ടായിരുന്നു. സഹിച്ച ദുഃഖങ്ങളും സഹിച്ച വേദനകളും ദുരിതങ്ങളും വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി എടുത്ത പാടുകൾ മുഴുവനും ഈ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന്. 21 മുതൽ ഉള്ള വചനങ്ങളിൽ, അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഗൗരവമായി എടുക്കാതെ, അതിനെ മൈൻഡ് ചെയ്യാതെ, അത്ര ഗൗരവമുള്ള കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കാതെ ജീവിച്ചവർക്ക് ഉള്ള മറുപടിയാണ് തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയി. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സന്തത സഹചാരികൾ അവരായിരുന്നു, പിശാചും അവൻ്റെ ദൂതന്മാരുമായിരുന്നു. അവൻ്റെ സ്വരമാണ് നിങ്ങൾ കേട്ടത്, അവൻ്റെ വഴിയാണ് നിങ്ങൾ പിന്തുടർന്നത്, അവൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അവൻ്റെ ആദ്യത്തെ വരവിന് അവൻ ആരെയും തമ്മിൽ വേർതിരിച്ചില്ല. സമൂഹം വേർതിരിച്ചവരെ പോലും അവൻ ചേർത്ത് നിർത്തി. ചുങ്കക്കാർ, വേശ്യകൾ, പാപികൾ, ഇവരെല്ലാം അവൻ്റെ സുഹൃത്തുക്കൾ. ആരെയും അവൻ മാറ്റിയിരുന്നില്ല, ആരെയും തരംതിരിച്ചു. പക്ഷേ രണ്ടാമത്തെ വരവിൽ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. തമ്മിൽ വേർതിരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ പോലും എതിർഭാഗത്താവാം. ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെയാണ് അവൻ തിരിച്ചത്. അപ്പം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നതിൻ്റെ മാനദണ്ഡം നമ്മളിപ്പോൾ കാണുന്ന ചില മാനദണ്ഡങ്ങളല്ല. ദൈവത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്, തമ്പുരാൻ്റെ ചില മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങളനുസരിച്ചാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം വ്യക്തമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തോ? ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തോ? പരദേശിയായിരുന്നവരെ സ്വീകരിച്ചോ? നഗ്നനായിരുന്നപ്പോൾ ഉടുപ്പിച്ചോ? രോഗിയായിരുന്നപ്പോൾ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്തോ? കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സന്ദർശിച്ചോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ മേഖലയിൽ നമ്മൾ ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിധിയും ഈ തരംതിരിവും കർത്താവ് നടത്തുന്നത്. അപ്പം ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഇല്ല എന്നോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലെന്നോ, അതോ അവിടെയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം എന്ന വിധത്തിലാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോവുക. കർത്താവ് രണ്ടാമതും വരാനിരിക്കുന്നു, നമ്മളൊക്കെ മരിക്കാനിരിക്കുന്നു, നമ്മളൊക്കെ വിധിയെ നേരിടാൻ പോകുന്നു. നമ്മളെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ നിർത്തും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അതാണോ കേൾക്കുക? ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ, അതാണോ കേൾക്കുക? അറിയത്തില്ല. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന ആ ആശ്വാസവചനങ്ങൾ കേൾക്കണമെങ്കിൽ ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്ത്, ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുത്ത്, പരദേശിയായിരിക്കുന്നവരെ സ്വീകരിച്ച്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്ത്, രോഗിയായിരിക്കുന്നവരെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ച്, കാരാഗൃഹത്തിലായിരിക്കുന്നവരെ സന്ദർശിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം. ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾ കർത്താവ് നേരത്തെ തന്നിരിക്കുക. ക്വസ്റ്റ്യൻ ഔട്ടാണ് പണ്ടേ തന്നെ. പക്ഷേ എന്നിട്ടും നമ്മൾ പരാജയപ്പെടുന്നോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ അതാണ്
ദൈവമക്കളുടെ ജീവിതം കാണുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമുണ്ട്, മരണമുണ്ട്, വിധിയുണ്ട്. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും തീർച്ചയായും വചനമനുസരിച്ച് ജീവിക്കുകയുള്ളൂ. വരാനിരിക്കുന്ന ഭീകര നിമിഷങ്ങൾ അത് നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു സത്യമാണ്, ഒരു നിത്യസത്യമാണ്. നമുക്കതൊരിക്കലും മാറ്റിമറിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ വിധിയുടെ മുമ്പിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റും സാധ്യമല്ല. നമ്മുടെയൊക്കെ പല മനുഷ്യരുടെയും ജീവിതം കണ്ടാൽ ഈ ജീവിതം ഇവിടെ തുടരും, അല്ലെങ്കിൽ ഈ ഭൂമി ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ ഈ ചുറ്റുപാടുകളും നമ്മുടെ സാമ്പത്തികമായ സുസ്ഥിതിയും എല്ലാം ഇതുപോലെ തന്നെ നിൽക്കുന്നതാണ് എന്നുള്ള വിചാരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അല്ല, ഇതൊക്കെ മാറാനായിട്ട് പോകുന്നു. ഈ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണുന്ന പ്രത്യേകതകളുണ്ട്. പ്രായമാകുമ്പോൾ കാണുന്ന നരയ്ക്കൽ, രോഗം, ക്ഷീണം, പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയാത്ത അവസ്ഥ, വണ്ടി പഴയതുപോലെ ഓടാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്താണ്? നിൻ്റെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നീ നിൻ്റെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ വിധിയോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ നീ വളരെ തീക്ഷ്ണതയോടെ കാണണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലെ തന്നെ ചില പ്രത്യേകതകൾ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ചില പ്രത്യേകതകൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില പ്രതിസന്ധികൾ. ഈ ലക്ഷണങ്ങളൊക്കെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ സത്യങ്ങൾ നമ്മിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിത് ഗൗരവമായിട്ട് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണോ? എന്തുകൊണ്ട് നമ്മളിത് ഗൗരവമായിട്ട് കാണുന്നില്ല? കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും എൻ്റെ മരണവും എൻ്റെ വിധിയും ഇതൊക്കെ തിന്മയുടെ ശക്തി, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ ഈ നിത്യസത്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിത്യസത്യങ്ങൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും ഇതെല്ലാം നമ്മളിൽ നിന്ന് മറച്ച് ഇതിനെക്കുറിച്ചൊരു ഓർമ്മ പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ തിന്മയുടെ ശക്തി എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊരു കെട്ടുകഥയല്ല. ഇത് സംഭവിക്കാനില്ലെന്ന് ഉറപ്പുള്ള കാര്യമല്ല, ഇത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അപ്പോൾ ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളായിരിക്കാം. ഇതൊക്കെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കാതിരിക്കാനുള്ള അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ ഗൗരവമൊക്കെ മാറ്റി മറയ്ക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നതും, ഞാൻ എൻ്റെ ഈ ജീവിതത്തെ മാത്രം, ഈ ലോകത്തിലെ ജീവിതത്തെ മാത്രം ചുറ്റിപ്പറ്റി അധ്വാനിക്കുന്നതും, ഈ ഭൂമിയിലെ എൻ്റെ ഭൗതികമായ നന്മകൾ മാത്രം ഞാൻ ലക്ഷ്യമാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. എന്തിനു ഭയപ്പെടണം? ഈ തിന്മയുടെ ശക്തി ഇത് നമ്മിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗൗരവത്തിലെടുത്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കും. ഇത് നമ്മൾ ഗൗരവത്തിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായും വരുത്തും. അപ്പോൾ ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കുക. ഹൃദയം മരവിക്കാത്ത ഒരു അവസ്ഥ ആണ് എങ്കിൽ നിശ്ചയമായും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ ജീവിതത്തിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, ചില ഭക്ഷണ സാധനങ്ങൾ നമുക്ക് മാരകമാണ്. ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിച്ചാൽ ക്യാൻസർ പിടിക്കും. എങ്കിൽ പോലും, അറിയാമെങ്കിൽ പോലും നമ്മൾ അതൊക്കെ തന്നെ വാങ്ങി വീണ്ടും തിന്നാറുണ്ട്. അതെന്താണ്? ഇതൊക്കെ നമുക്ക് രോഗകാരണമാണ്, ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ പോലും നമ്മൾ വീണ്ടും അത് വാങ്ങാറുണ്ട്, നമ്മളത് കഴിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്ന് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കാം കാരണം? ഞാൻ അത്ര ഗൗരവമായിട്ട് അതിനെ കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും ഇതാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. കാരണം ദൈവമക്കളെ അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അറിയാത്ത സമയത്താണ് വരിക. കള്ളനെപ്പോഴാണ് വരിക?
അവനും ചില കണക്കുകൂട്ടലുകളുണ്ട്, അവനും ചില ചിന്തകളുണ്ട്. എപ്പോഴാണ് മനുഷ്യൻ ആഴത്തിലുള്ള ഉറക്കത്തിലാകുന്നത്, എപ്പോഴാണ് ആരും അറിയാതെ മോഷ്ടിക്കാൻ പറ്റുന്നത്, അത് കള്ളനറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവിൻ്റെ ദിനം വരുന്നതെന്ന് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം പോലെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ അപ്പസ്തോലൻ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഉറങ്ങിക്കഴിയുന്നവരാണ് എന്നതാണ് സത്യം. അതാണ് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന സുബോധമുള്ളവരായിരിക്കാം. അപ്പോൾ ഈ സുബോധത്തിനായിട്ടാണ് നമ്മളും പരിശ്രമിക്കേണ്ടത്. സുബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബോധം, ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച്, ഇനി സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള നല്ല ബോധ്യം. 5-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ പകലിൻ്റെ മക്കളായി നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എല്ലാ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തപ്പെട്ട് തന്നിരിക്കുന്ന വചനം, അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക, സുബോധമുള്ളവരായിരിക്കുക, ഉറങ്ങിക്കഴിയുന്നവർ ആകാതിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനം. അപ്പം നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഞാൻ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത്? കർത്താവ് അന്ത്യവിധിക്കായിട്ട് വരുമ്പോൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക എന്ന് ഈശോ എന്നോട് പറയുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ കണക്ക് അവിടുത്തെ മുമ്പിൽ വെക്കും? എനിക്ക് തന്ന താലന്തുകളെക്കുറിച്ച് അവൻ ചോദിക്കും, എന്ത് ചെയ്തു? അപ്പോൾ എന്ത് മറുപടി ഞാൻ കൊടുക്കും? ഇത് ഞാൻ കൊടുത്തേ പറ്റൂ, നിശ്ചയമായി ഞാൻ കൊടുക്കണം. ചോദ്യം ചെയ്ത് മറുതലിച്ചൊരിക്കലും നിൽക്കാനാവില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ആഗമനത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്നവരായി നമുക്ക് തീരാം. ഈ ലോകത്തിലെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മുഴുവൻ നമ്മളെ അഭിമുഖീകരിക്കുമ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അത് എനിക്കൊരു അനുഗ്രഹം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശപ്പെടുത്തുവിൻ എന്ന വചനം കേൾക്കാൻ തക്ക വിധം ആ വലതുഭാഗത്ത് അണിനിരക്കാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ബോധപൂർവം നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഈശോയെ, അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തിനായി ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരുങ്ങുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചുറ്റുപാടുകളെയും കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ രണ്ടാമത്തെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് അതിനായി ഒരുങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഈ ഒരുക്കത്തിൽ അമ്മ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.